പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു 2 കുഞ്ഞുങ്ങളെയും കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയും കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ ആ ഒരു കുടുംബത്തിലെ 4 പേര് ഒന്നിച്ച് മരണപ്പെട്ടു എന്ന് നമ്മളൊരു ന്യൂസ് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ, ആ കുഞ്ഞുങ്ങൾക്ക് അവർ അമ്മയുടെ കൂടെ പോകാൻ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ അവർ അച്ഛൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷെ നിയമം അത് അനുവദിക്കുന്നില്ല. നിയമം അനുവദിക്കുന്നതെന്ന് വെച്ചാൽ അത് കുഞ്ഞു കുട്ടികളായതുകൊണ്ടാണ് അവരുടെ അമ്മ കേസ് കൊടുത്തപ്പോഴത്തേക്ക് അവർക്കത് വിട്ടുകൊടുത്തത്. പക്ഷെ ആ ഒരു നിസ്സഹായ അവസ്ഥ കാര്യം, ആ കുഞ്ഞുങ്ങൾക്ക് പോകാൻ മനസ്സില്ല. അതുങ്ങൾ പറയുന്നുണ്ട് അവിടെ ചെന്ന് അവരെ ഉപദ്രവിക്കും, അതുകൊണ്ടാണ് പോകാൻ ഇഷ്ടമില്ലാത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോകാനായിട്ട് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളെ നിയമപരമായിട്ട് അവർക്കത് കൊണ്ടുപോകാനുള്ള വിധി ഇതാകുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒന്നിച്ച് യാത്രയായവർ. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്. അദ്ദേഹം ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ആ അമ്മയെ നോക്കാനും ആരും കാണുകയില്ലെന്നറിയാം. അപ്പം അമ്മയെ കൂടെ കൂട്ടി. അതിനപ്പുറം ഇനി വേറൊരു നിയമവും ഇല്ലല്ലോ. ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിയമത്തെയും പേടിക്കേണ്ട കാര്യമില്ല, ഒന്നും വേണ്ട. പക്ഷെ അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ. മുന്നോട്ട് എന്തുമാത്രം ജീവിക്കാൻ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിതം കിടക്കുന്നു. അദ്ദേഹം നല്ലൊരു അച്ഛനായിരുന്നു. ആ നല്ലൊരു ജീവിതത്തിൽ അവർക്ക് ആ ഒരു അച്ഛനും മക്കളും സന്തോഷമായിട്ട്, ഞാൻ പറയുന്നത് ഈ പെണ്ണുങ്ങൾക്കൊക്കെ പോകണമെങ്കിലൊക്കെ പോയാൽ പോരെ. ഇവൾമാരൊക്കെ പൊക്കോട്ടെ, കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കൊണ്ടുപോകുക, അതുങ്ങൾ ചെല്ലാൻ തയ്യാറാണെങ്കിൽ. ഇല്ലെങ്കിൽ അതുങ്ങളുടെ അപ്പനാണ് നോക്കാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അവരെ തന്നെ ഏൽപ്പിച്ചേക്കുക. എന്നാത്തിനാണ് ഈ വാശി? ഇതൊന്നും സ്നേഹം കൊണ്ടല്ല കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് വെച്ചാൽ കാര്യം, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾക്ക് നോവെന്നറിയാം, അതുകൊണ്ടാണ്. എന്നാത്തിനാണെന്നറിയാമല്ല, ഒരുപാട് പെണ്ണുങ്ങൾക്ക് നിയമം ഒരുപാട് കാര്യങ്ങൾ ഇളവ് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ടല്ലോ. ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരി മനുഷ്യർ ഒരുപാട് പേരുടെ വസ്തുക്കൾ ഈ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പെണ്ണുങ്ങൾ. കാര്യം എന്ന് വെച്ചാൽ ഭാര്യ എന്നൊരു ലേബലിൽ കിടക്കുന്നുണ്ട്. കാര്യം അവർക്ക് അത് കൊടുക്കാനുണ്ട്, ഇത് കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു. ഇവർക്ക് മുന്നോട്ടൊരു കുടുംബജീവിതം വേറെ ഒരെണ്ണം ഉണ്ടാവുമോ അതുമില്ല. മറ്റവർ അവരുടെ തോന്നിയ പോലെ അവർക്ക് ലാവിഷായിട്ട് അടിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട്, അടിച്ച് പൊളിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത സ്ത്രീകളുണ്ട് കേട്ടോ. ഒരുപാട് ഉപദ്രവങ്ങൾ സഹിച്ച് ഇതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് ആഗ്രഹിച്ച് അങ്ങനെ പോകുന്ന നല്ല സ്ത്രീകളും ഉണ്ട്. കുറേ പേര് ഇതെല്ലാം സഹിച്ച് മടുത്ത് കിടക്കുന്നവരുണ്ട്. അങ്ങനെയുണ്ട്. അവർക്കൊന്നും ഒരു നീതി കിട്ടത്തില്ല. പക്ഷേ ഇങ്ങനെ ഈ ലോകം മുഴുവൻ അഴിഞ്ഞാടി നടക്കുന്ന പെണ്ണുങ്ങൾക്കുണ്ടല്ലോ, നിയമം അവർക്ക് അനുകൂലമായിരിക്കും. കാര്യം അവർക്ക് ഏത് വഴി കൂടെ ആ നിയമത്തിനുള്ള തെളിവ് കൊടുക്കാൻ അവർക്ക് പറ്റും. നമ്മുടെ കോടതി എന്ന് പറഞ്ഞാൽ അവിടെ തെളിവാണ് പ്രധാനം. തെളിവുള്ളതാണ് അവിടെ വിധി വരുന്നത്. ആ തെളിവുള്ളതിനാണ് വിധി വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള പലരും ഒരുപാട് കാര്യങ്ങൾ കിടന്ന് പെട്ടുപോകാറുണ്ട്. പക്ഷേ ആ ഒരു നിയമം ശരിക്കും ഒരു ഇതായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൂടെ പോകാൻ താല്പര്യമില്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ വിടുമെന്ന് പറഞ്ഞാൽ ഇന്നും ഒരു ലോകത്ത് ജീവിച്ചിരുന്നായിരുന്നേനെ. അവരിന്ന് ഈ ലോകത്തുണ്ട്. ഇപ്പോൾ അവർക്ക് സമാധാനമായി കാണുമല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ മൊത്തം പോയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്വസ്ഥവും സന്തോഷം സമാധാനമുണ്ട്. ഈ ഒരു ജന്മം മുഴുവനും ആ കുഞ്ഞുങ്ങളുടെ ആത്മാവ്, അത് ആ ഭർത്താവും അല്ലെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അവളുടെ ഭർത്താവ് എന്ന് പറയേണ്ട കാര്യമില്ല, കുഞ്ഞുങ്ങളുടെ അച്ഛൻ, അവരുടെ ആത്മാവ് എന്തെങ്കിലും ഇവളോട് പൊറുക്കുമോ? എനിക്കതിലൊക്കെ വിശ്വാസമുണ്ട് കേട്ടോ. നമ്മൾ ഈ മരണപ്പെട്ട് കഴിഞ്ഞാലും ആത്മാവ് എന്നതിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാര്യം നമുക്കൊരു വലയമാണ്. എനിക്ക് ഒരുപാട് അവസരങ്ങളിൽ എനിക്കത് സംരക്ഷണം കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ആത്മാവെന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു ശാപം ഈ ഒരു ജന്മം മുഴുവനും. ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഉണ്ടല്ലോ ഇപ്പം നെകളിച്ച് നടക്കും, ഇപ്പം ഭയങ്കരമായിട്ട് നെകളിച്ച് നടക്കും. സരിതയുടെ കേസ് തന്നെ നമുക്കറിയാം. എന്നെല്ലാം നെകളിച്ചതാണ്. ഇപ്പം എവിടെ നിൽക്കുന്നു അവർ, ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് പറയുന്നാലേ ഒരു സമയം കഴിയുമ്പം ഇത് കൊഴിയാൻ തുടങ്ങും. കൊഴിഞ്ഞ് ലാസ്റ്റ് മണ്ണോട് ചേരുന്നതിന് മുന്നേ അനുഭവിക്കാനുള്ള മൊത്തം മുഴുവൻ അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ. എല്ലാവരും പറയും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗ്ഗമെന്ന് പറയുന്നത്. പക്ഷേ സ്വർഗ്ഗമെന്ന് പറയുന്നത് നരകമെന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ്. നമ്മൾ ഇവിടെ അനുഭവിച്ച് തീർത്തിട്ടേ എല്ലാം പോവുള്ളൂ, അല്ലാതെ ഒന്നും ബാക്കി വെച്ചിട്ട് പോവുകയില്ല. പക്ഷെ അതൊന്നും ആരും മൈൻഡ് കൊടുക്കത്തില്ല കേട്ടോ. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരുപാട് സങ്കടം എനിക്ക് തോന്നി. കാര്യം ഞാൻ ആദ്യം ഓർത്ത് ഈ മനുഷ്യൻ എന്നതിന് ഇങ്ങനെ ചെയ്തു എന്നോർത്ത് ബാക്കി ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഓർത്തു ആ ഒരു നിമിഷം അയാൾ എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കും, ആ കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് അയാൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കത്തില്ലേ. എന്നാണേലും ആ ഒരു വിധിയിലൂടെ അവർക്ക് വന്ന പ്രശ്നങ്ങൾ തന്നെ. പക്ഷേ ഇതിനൊക്കെ എതിരെ നമ്മുടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അഡ്വക്കേറ്റാണ് ഇപ്പോൾ അദ്ദേഹത്തെ നേരത്തെ ജോയി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നേരത്തെ ഒത്തിരി വാൽക്കണ്ണടിയോ അങ്ങനെ എന്തോ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോയി ജോൺ ആൻ്റണി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ FB ചാനലിലൂടെ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യത്തിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ നിന്നൊരു നിയമം വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വന്നേക്കുന്ന ഒരു നിയമത്തിൻ്റെ ഇതാണ് ഈ പുരുഷന്മാർക്ക് ഒരു
നിയമ ആനുകൂല്യങ്ങളും ഇല്ല. സ്ത്രീകൾക്ക് കള്ളത്തരം കാണിച്ചാലും ആനുകൂല്യങ്ങളുണ്ട്. അതാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഇതായിട്ടുള്ളൊരു കേസിൻ്റെ പറ്റിയാണ്. പുരുഷന്മാർക്ക് സന്തോഷിക്കാനുള്ളൊരു കാര്യമാണ്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ പുരുഷന്മാർക്കും അല്ല, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് അടിമയെ പോലെ കഴിയുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളിൽപ്പെട്ട് ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ചില സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെ കാണാൻ സമ്മതിക്കാത്ത സ്ത്രീകളുണ്ട്. സ്വന്തം അമ്മ, അവരുടെ വീട്ടുകാർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം, എല്ലാ കാര്യങ്ങളും വേണം. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഒരു സൗകര്യങ്ങളും പാടില്ല. സ്വന്തം അമ്മ മകൻ്റെ കൂടെ വന്ന് നിൽക്കാൻ സമ്മതിക്കാത്ത പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ അവരുടെ അമ്മയോട് ഭയങ്കര കെയറും കാര്യങ്ങളൊക്കെ വേണം, ഈ പെണ്ണിൻ്റെ അമ്മയോട്. പക്ഷേ ഈ ചെറുക്കിൻ്റെ അമ്മയോട് യാതൊരു കെയറിങ്ങും പാടില്ല. അവരെപ്പറ്റി മോശമായിട്ട് വരെ പറഞ്ഞുണ്ടാക്കുന്ന കഥകളെയും കേട്ടിട്ടുണ്ട്. സ്വന്തം അമ്മയും മോനെയും വെച്ച് വരെ വേണ്ടാതിനം പറയുന്ന പെണ്ണുങ്ങളെ എനിക്കറിയാവുന്നതുണ്ട്. കാര്യം ഞാൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് എനിക്ക് തന്നെ അവരോട് വെറുപ്പ് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട്. അങ്ങനെ ഓരോന്നും അനുഭവിച്ച് ഈ പുരുഷന്മാർ ശരിക്കും പീഡനം അനുഭവിക്കുന്നുണ്ട്. അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് FB എടുത്തിട്ടുണ്ട്. FBയിലൂടെയാണ് ഞാനിത് കണ്ടത് കേട്ടോ. വേറെ ഏതെങ്കിലും ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. FBയിലെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും മറ്റുള്ളവരും കൂടെ അറിയണമല്ലോ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇനി ഇറങ്ങുന്ന പെണ്ണുങ്ങൾ ഒന്ന് ചെണ്ടപ്പുറത്ത് കോല് കൊട്ടി ഇറങ്ങുന്നവന്മാർ ഒന്ന് ചിന്തിക്കണം, ഇങ്ങനെ ഒരു നിയമം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കാമേ. നമ്മുടെ കുടുംബ കോടതികളിൽ നിരവധി പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ്. എന്തിനും ഏതിനും സ്ത്രീക്ക് അവകാശമുള്ള ഈ നാട്ടിൽ പുരുഷനെ കൊടുക്കുവാൻ വളരെ എളുപ്പമാണ്. പുരുഷന്റെ സ്വത്ത് അറ്റാച്ച് ചെയ്യിക്കുക, കൊടുക്കാത്ത സ്വർണമുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് അത്തരത്തിലുള്ള കേസുകൾ കൊടുക്കുക. പലപ്പോഴും കുടുംബ കോടതിയിലെ ജഡ്ജിമാർ സ്ത്രീകൾക്ക് ഫേവറായിട്ടാണ് നിയമങ്ങൾ കൈകാര്യം ചെയ്യാറ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിയമത്തിൻ്റെ ഒരു ഇതിപ്പോൾ തുടക്കം അദ്ദേഹം പറയുന്നേ ഉള്ളൂ. ഇങ്ങനെ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൻ്റെ നിയമം, നമ്മുടെ നിയമം അങ്ങനെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ അമ്മമാർ ഈ മക്കളെ അവരുടെ സൈഡിലേക്ക് ചേർക്കും, അച്ഛൻ്റെ കുറ്റം പറഞ്ഞു കൊടുത്ത്. അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് ഈ മക്കളുടെ തോന്നിവാസങ്ങൾക്ക് ഇവർ സപ്പോർട്ട് നിൽക്കും. മക്കൾക്ക് വേണ്ട സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ കൊടുക്കും, അവർക്ക് പൈസ കൊടുത്ത് അവരെ അങ്ങനെ നിർത്തി ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് അങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ഒരു അമ്മയെന്ന് പറയുന്നൊരു വ്യക്തിയാണ് കാണിച്ചു വെക്കുന്നത്. സ്വന്തം കുഞ്ഞുങ്ങളാന്ന് പോലുമുള്ള ചിന്തയില്ലെന്നാണ് അവർ കാണിച്ചു വെക്കുന്നത്. എന്നതിന് ഇവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഇവർ കാണിച്ചു വെക്കുന്ന ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാളുള്ളപ്പം അദ്ദേഹത്തെ കുറച്ചേലും നമ്മൾ എവിടെ പോകുന്ന എന്നാന്നെങ്കിലും ഒന്ന് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ അല്ലാതെ ജീവിക്കാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തോന്നിവാസത്തിലേക്ക് വിട്ടുകഴിഞ്ഞ് കുഞ്ഞുങ്ങൾ അത് ഈ തോന്നിവാസങ്ങൾക്ക് പോയി പിന്നീട് ഈ തന്ത ഇതിനെ എതിർക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം ഈ തന്തയ്ക്ക് നേരെ നിൽക്കുന്ന ആരാന്നറിയോ? ഈ മക്കളാണ് നിൽക്കുന്നത്. മക്കൾ നിന്നേച്ച് പറയും, അച്ഛൻ അല്ലെങ്കിൽ അപ്പൻ മിണ്ടാതെ അവിടെ ഇരുന്നോ, ഞങ്ങളുടെ അമ്മയാണ് ശരി, ഞങ്ങളുടെ അമ്മ കാണിക്കാൻ. പിന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഈ കുഞ്ഞുങ്ങൾ പറയുകയും കൂടെ ചെയ്യുമ്പം എല്ലാവരും വിചാരിക്കുന്ന എന്നായിരിക്കും എന്നറിയോ? കണ്ടോ, ആ കുഞ്ഞുങ്ങൾ പോലും സൈഡ് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങേരുടെ കയ്യിലായിരിക്കും തെറ്റ്, അങ്ങേരായിരിക്കും തെറ്റുകാരൻ. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ പോലും അവർക്ക് സൈഡ് നിൽക്കുന്നത് എന്നും വരും. അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ നാളത്തെ ക്രിമിനലായി മാറുകയാണ് ചെയ്യുന്നത്. നാളത്തെ ക്രിമിനലായി മാറി ഈ കുഞ്ഞുങ്ങൾ തോന്നിവാസത്തിലേക്ക് പോവുക, അടുത്ത ഒരു തലമുറ നാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ കേൾക്കാം. ജനങ്ങളും മറ്റുമെല്ലാം വിരൽ ചൂടുന്നത് കുടുംബ കോടതിയിലേക്കാണ്. ഇത്തരത്തിൽ മനുഷ്യരഹത്യമില്ലാതെ സ്ത്രീകളെ മാത്രം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള നിയമ രീതികൾ പലപ്പോഴും പല പുരുഷന്മാരുടെ ജീവിതം തകർക്കുന്നു എന്ന് ഇനിയെങ്കിലും കുടുംബ കോടതികൾ മനസ്സിലാക്കണം എന്നാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത്. പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കുടുംബ കോടതി എന്ന് പറയുന്നത് കോടതി ഒരു മനുഷ്യനാണ്. അവിടെ ഇരിക്കുന്ന മനുഷ്യന്മാരും അഭിഭാഷകരും ഒക്കെ മനുഷ്യരാണ്. ദിവസം ഒരു കോടതിയിൽ തന്നെ 100-200 കേസുകളാണ് വന്നു കയറുന്നത്. യാന്ത്രികമായി പോവും. അവിടെ തെളിവിന് മാത്രമാണ് ആധാരം. അവിടെ ഇമോഷൻസുകളില്ല. അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് അളക്കുവാൻ കഴിയുകയില്ല ഇവിടെ ഇരിക്കുന്ന ഇവരുടെ ഇമോഷൻസ് എന്താണ്, സത്യം എന്താണെന്ന്. അവർ തെളിവുകൾ മാത്രമാണ് നോക്കുന്നത്. ചിലപ്പോൾ ഭാര്യ അവിടെ കാഴ്ചവെക്കുന്നത് കംപ്ലീറ്റ് തെറ്റായ തെളിവുകളായിരിക്കും. പക്ഷെ തെളിവുകൾ ആധികാരികമായിട്ട് അവിടെ ചെയ്തു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന കുടുംബ കോടതി ജഡ്ജിന് മറ്റൊന്നും ചെയ്യാനില്ലാതെ വരും. കറക്റ്റാണ് പറഞ്ഞത്. കോടതിക്ക് തെളിവാണ് ആവശ്യം. ആ കോടതി കൊടുക്കുന്ന തെളിവാണ് നമ്മുടെ വിധി വരുന്നത്. നമുക്കൊരു നിയമത്തിലൂടെ ഒരു വിധി കിട്ടുന്നത് കോടതി കൊടുക്കുന്ന തെളിവാണ്. അവിടെ ഇരിക്കുന്ന ജഡ്ജിയാണേലും വക്കീലാണേലും ഒക്കെ എന്ന് പറയുന്നത് അവർ മനുഷ്യരാണ്. അല്ലാതെ അവർക്ക് പ്രത്യേക ജ്ഞാനമൊന്നുമില്ല. ഒരു കേസ് കൊണ്ടുവരുമ്പം അതിനെപ്പറ്റി ഇങ്ങനെ ഇത് പിന്നെ
ഇതിനൊരു ദിവ്യദൃഷ്ടിയൊന്നും ഇല്ല അവർക്ക്. അത് ഇന്നതല്ല ഇന്നതാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ നല്ല വക്കീലിൻ്റെ മിടുക്ക് പോലെ ഇരിക്കും ഒരു കേസ് ജയിക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എനിക്കറിയാവുന്നൊരു കേസുണ്ട്. ഒരു പാമ്പിടിച്ച വീട്ടിൽ നിന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചത്, വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തടത്തു നിന്നാണ്. അപ്പോൾ അവർ ആ ചെറുക്കന് ആലോചന കൊണ്ടുവന്നപ്പോഴേ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ജീന ഒരു പാമ്പിടിച്ച വീട്ടിലെ പെങ്കൊച്ചാണ്, അപ്പം എന്ന് പറയും. അപ്പോഴേ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, വേറൊന്നും കൊണ്ടല്ല കേട്ടോ, പാമ്പിടിച്ച വീട്ടിലെ പെൺപിള്ളേരെല്ലാം ഇതാന്ന് ഞാൻ പറയുന്നില്ല, നല്ല പെങ്കൊച്ചുങ്ങളും ഉണ്ട്. കാര്യം എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കണ്ടേക്കുന്ന മൊത്തം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ചേച്ചി പാമ്പിടിച്ച വീട്ടിലെയോ പണമുള്ള വീട്ടിലെയോ ഒന്നും അല്ല നോക്കേണ്ടത്, പെങ്കൊച്ച് എങ്ങനെ ഉണ്ടെന്ന് മാത്രം നോക്കുക, അത് മാത്രം നോക്കി നിങ്ങൾ എടുക്കുക. അല്ലാതെ പാമ്പിടിച്ച വീട്ടിൽ നിന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ ചിലതൊക്കെ വന്ന് കഴിയുമ്പോൾ ഭയങ്കര അഹങ്കാരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരമായിരിക്കും. കാര്യം എനിക്ക് നല്ലപോലെ അറിയാവുന്ന കേസ് കേട്ടുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അറിയാതെ എല്ലാം പേര് വരെ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അത്ര ഇത് പറഞ്ഞില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ അവരെ കൊണ്ടുവന്ന് കഴിയുമ്പോഴല്ലോ അവരുടെ വിചാരം വെച്ചാൽ ഇവർ വലിയ എന്തോ സംഭവമാണെന്നുള്ള ഭാവമാണ്. പിന്നെ ഇവർക്ക് ആ ഭാവം ഇവർ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ആ വീട്ടിലുള്ളവരുടെ ഒരു പുച്ഛമാണ്. അങ്ങനെ ഈ പയ്യൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ ഇവർ കുറച്ച് സ്വർണ്ണം അങ്ങോട്ടും കൂടെ ഇട്ട് കൊടുത്താണ് ഈ കല്യാണം നടന്ന് വന്നു കഴിയുമ്പം തൊട്ട് ഇവർക്ക് അടുക്കള ജോലി അറിയത്തില്ല, എനിക്ക് അത് ചെയ്യുന്നിടത്ത് ഇത് ചെയ്യാൻ അറിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇട്ട് എൻ്റെ അമ്മയാണല്ലേ, ആയിക്കോട്ടെ. അവർ പറഞ്ഞു കുഴപ്പമില്ല. കാര്യം ഇവർക്ക് ഒരാണും ഒരു പെണ്ണും ഉള്ളൂ. കാര്യം പെങ്കൊച്ചിനെ കെട്ടിച്ച് വിട്ടതാണ്. പിന്നെ ഈ അപ്പനും അമ്മയും ഈ ചെറുക്കനും ഈ വന്ന കൊച്ചും കൂടെ ഉള്ളൂ. അവർ വന്നിട്ട് മൈൻഡ് ചെയ്തില്ല, പോട്ടെ വന്നല്ലേ ഉള്ളൂ. പിന്നെ എന്തോ നേഴ്സിംഗ് പഠിക്കുന്ന പെണ്ണാണ്, അപ്പോൾ അത് ബാക്കി പഠിക്കാനൊക്കെ പോയി അത് ജോലിക്കൊക്കെ പൊക്കോട്ടെ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് അപ്പനും അമ്മയും ഉപേക്ഷിക്കണം. ഈ ചെറുക്കൻ ഉപേക്ഷിച്ച് ഇവർക്ക് വേറെ വാടകയ്ക്ക് താമസിക്കണം. ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ട്. ആ വീട്ടിൽ അപ്പനും അമ്മയുള്ള, അപ്പന് വയ്യാത്തതാണ്, അമ്മയ്ക്ക് വയ്യാത്തതാണ്. അവരുടെ കൂടെ ഈ മകൻ നിൽക്കാൻ പാടില്ല, വേറെ വീടെടുത്ത് താമസിക്കണം, ഇല്ലെങ്കിൽ ഇവളുടെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് പറഞ്ഞ് ഇവൾ ഇവിടുന്ന് പോയി. ഈ ചെറുക്കൻ ഗൾഫിലാണ്, ഇത് ഗൾഫിന് കയറിപ്പോയി തിരിച്ച് ഇതിനോട് പോലും പറയാതെ ഇവിടെ വീട്ടിൽ പോയി ഇവൾ നേഴ്സിങ്ങിന് പോകുക എടുക്കാനൊക്കെ ചെയ്ത്. അങ്ങനെ ഈ ചെറുക്കൻ നാട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് ഇവൾ അവിടെ വീട്ടിൽ പോലും ഇല്ല എന്നുള്ളത്. കാര്യം ഇവരുമായിട്ട് ഈ വീട്ടുകാർ ഒരു സഹകരണത്തിന് നിന്നില്ല. ഇവരങ്ങോട്ട് ചെല്ലുമ്പോഴും ഇവരോട് ഇഷ്ടമില്ലാത്ത രീതി 2 വട്ടം പോകുമ്പോൾ ഇഷ്ടമില്ല പെരുമാറി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പോവുമോ? ഇച്ചിരിയെങ്കിലും ആത്മാഭിമാനം ഉള്ളവർ പിന്നെ അങ്ങോട്ട് പോകത്തില്ല. അങ്ങനെ പോകാതിരുന്നു. ലാസ്റ്റ് ഇവൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വാ, ഞാനുണ്ടല്ലോ അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല, മാറി താമസിക്കുന്നുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പോയ അവർ പയ്യൻ പറഞ്ഞ് പറ്റത്തില്ല, അവർക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് അവരെ നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ബന്ധം ഒഴി, എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞ് അധികം ആയിട്ട് പോലും ഇല്ല, ബന്ധം ഒഴിഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പം ഒരു വക്കീലുണ്ട്, ആ വക്കീൽ എനിക്കറിയാവുന്നതാണ്. അവരുടെ കയ്യിൽ നമ്മളൊരു കേസ് കൊണ്ട് കൊടുത്താൽ നമ്മളൊരാളെ കൊന്നേച്ച് ചെന്നാൽ പോലും അവരതിൽ നിഷ്പ്രയാസം നമ്മളെ ഊരിയെടുക്കും. അതാണ് ആ വക്കീൽ. അവരുടെ ഒത്തിരി കേസ് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അവരുടെ രീതി അതാണ്. അവർ കൊണ്ടില്ല, അവർ വാദിക്കുന്ന കേസ് ജയിക്കുക, അല്ലാതെ അവർ നീതിക്കോ അങ്ങനെയൊന്നും അല്ല നിൽക്കുന്നത്. ആ പയ്യനെ അവർ കേസ് കൊണ്ട് കൊടുത്ത ആ വക്കീലിൻ്റെ കയ്യിൽ പെണ്ണിൻ്റെ വീട്ടുകാർ കേസ് കൊടുത്തു. ഇവർക്ക് നഷ്ടപരിഹാരമായിട്ട് പൈസയും കൊടുക്കേണ്ടി വന്നു, ഈ ചെറുക്കം കൊടുത്ത സ്വർണവും കൂടെ അവർക്ക് കൊടുക്കേണ്ടി വന്നു തിരിച്ച്. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ. കാര്യം അവർക്ക് അത്രയ്ക്ക് സാമ്പത്തികമുള്ളവരല്ല ഇത്രയും ഇത് തിരിച്ച് കൊടുക്കാനായിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു കുടുംബമാണ്, പക്ഷെ അത്രയും തിരിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം അവർക്ക് ഉള്ളവരല്ല. ആ ചെറുക്കൻ അവർ പൈസ എടുത്ത് ഇന്ന ദിവസം കൊടുക്കണമെന്ന് പറഞ്ഞ് വിധി വന്നു. ആ വിധി വന്നപ്പോഴത്തേക്ക് അവർ എവിടെ നിന്നൊക്കെയോ തിരിച്ചു മറിച്ചു അത് കൊടുത്തു. അവൾ മിടുക്കിയായി, അവൾ പോവുകയും ചെയ്തു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒത്തിരി പെണ്ണുങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്വർണം ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ മേടിച്ച് കൊടുക്കുന്നതും കൂടെ അവരുടെ കൈ വെച്ചേച്ച് ഇതെല്ലാം ഇവരുടെയാണെന്നും പറഞ്ഞുകൊണ്ട് അതും കൊണ്ടുപോകും, ഇവരുടെ പൈസയും കൊണ്ടുപോകും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ തോന്നിയ ദിവസം അവർ പോവുകയും ചെയ്യും. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ഇതുപോലെ ഒരുപാട് വീടുകളിൽ നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നീതി കിട്ടേണ്ടവർക്ക് എങ്ങും നീതി കിട്ടുന്നില്ല, അല്ലാത്തവർക്ക് നീതി കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോ പെൺപിള്ളേരെയൊക്കെ ഉള്ളത് നുള്ളിപ്പെറുക്കി കെട്ടിച്ചു വിടും. അതും പാമ്പിടിച്ച വീട്ടിൽ നിന്നൊക്കെ അപ്പനും അമ്മയൊക്കെ കൂലിപ്പണിക്ക് പോയി കെട്ടിച്ചു വിടുന്നതായിരിക്കും. ആ കുഞ്ഞുങ്ങൾ അവിടെ ചെന്ന് അതുങ്ങൾക്ക് ഒരു ജീവിതം കിട്ടിയില്ലോ, എൻ്റെ അപ്പനമ്മ എന്നെ കഷ്ടപ്പെട്ട് വിട്ടാണല്ലോ നമ്മുടെ അമ്മായിയമ്മയുടെ പോരും കൊണ്ട്, കെട്ടുവിൻ്റെ തല്ലും കൊണ്ട്, നാത്തൂൻ്റെ തൊഴിയും കൊണ്ട് അവിടെ കിടക്കും. അതുങ്ങൾ മിണ്ടുകയില്ല. സഹി കെട്ട് കഴിയുമ്പോൾ അതുങ്ങൾ തന്നെ ആത്മഹത്യ. കാര്യം ഇത് വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ അപ്പനും അമ്മയ്ക്കും പിന്നെ അതൊരു ബാധ്യതയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് പെൺകൊച്ചുങ്ങളുണ്ട്. വനിതാ കമ്മീഷനുണ്ട്, പക്ഷേ പുരുഷ കമ്മീഷൻ ഇല്ല. അവിടെയാണ് പുതിയ ഒരു നിലപാട് കേന്ദ്ര ഗവൺമെന്റിൽ രാജ്യസഭയിൽ വന്നിരിക്കുന്നത്. ഇനി പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ നിലവിൽ വരുന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ അന്യായമായിട്ട് തെറ്റായിട്ട് ഒരു സംഭവം ഉണ്ടാവാതിരിക്കെ പുരുഷനെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ പിഴയും 5 ലക്ഷം വരെ തടവും ആ കൊടുക്കുന്ന സ്ത്രീക്ക് കിട്ടാം. ഇത് ഫാമിലി കോടതികളിൽ മാത്രമല്ല, സ്ത്രീകൾക്കെതിരെ റേപ്പ് കേസിൽ കൊടുക്കുന്നവൾ, പീഡന കേസുകൾ കൊടുക്കുന്നവൾ, അല്ലെ മോഷണ കേസിൽ കൊടുക്കുന്നത്, അങ്ങനെ ഒരു പുരുഷനെതിരെ അവൻ ചെയ്യാത്ത തെറ്റിന് അവനെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ, അത് തെളിഞ്ഞു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയും 5 വർഷം തടവും കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നിയമം മാറുകയാണ്.
തീർച്ചയായിട്ടും ഇനിയുള്ള ഇത്തരത്തിൽ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾ ഒന്ന് ഞെട്ടും, ഒന്ന് വിറയ്ക്കും, ഒന്ന് അറയ്ക്കും. കാരണം പണി അവർക്ക് പിന്നാലെ വരുന്നുണ്ട്. നല്ലൊരു നിയമം, ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനൊരു നിയമമൊക്കെ വരണം. കാര്യം സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാത്തിനും മുൻഗണന കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് മാത്രമല്ല, ഒരുപാട് പുരുഷന്മാർ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഒരു ഭർത്താവിനൊരു രോഗം വന്ന് കഴിയുമ്പോഴത്തേക്ക് കളഞ്ഞേച്ച് പോകുന്ന ഭാര്യമാരും മക്കളും ഉണ്ട്. അവർ പിന്നെ എങ്ങനെ ജീവിക്കുന്നു? അന്നേരം അവർക്ക് ബന്ധം ഒഴിയാനങ്ങ് മുട്ടി നിൽക്കുന്നത്. കാര്യം അവരെ ഇനി കൂടുന്ന ഇത്രയും നാളും രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനാണെങ്കിലും ജന്മം കൊടുത്ത ഭർത്താവാണ് ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് പോലും തിരിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കിയതിന് ശേഷം എവിടെയെങ്കിലും അയാൾ ചത്തോ ജീവിച്ചോ എന്ന് പോലും അറിയാതെ വീണ്ടും അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവരുണ്ട്. വീണ്ടും കാര്യം ചിലരുടെയൊക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് സുഖമില്ലാത്ത ഒരാളാണെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ തട്ടിപ്പൊക്കോളൂല്ലോ എന്നുള്ളതാണ്. അങ്ങനെയും ചിന്തിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, അങ്ങനെയും തീരുമാനിക്കുന്നവങ്ങളുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പെണ്ണുങ്ങൾ ഈ അഴിഞ്ഞാടി നടക്കുന്ന ഇവൾമാർക്കൊക്കെ നല്ല ശിക്ഷയാണ് കിട്ടേണ്ടത്. അഴിഞ്ഞാടി നടക്കുന്നവൾമാർക്ക്. കാര്യം കുടുംബവും നശിപ്പിച്ച്, ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ജീവിക്കുക. അവരുടെ സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, അവർ പോവുക, അടുത്ത മേച്ചിൽപ്പുറം തേടി പോവുക. പക്ഷേ പണ്ടാരണ്ട് പറഞ്ഞ എന്നാ കോടുന്ന പശുവിന് കോലുകൊണ്ടോ അങ്ങനെ പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതായിരിക്കും ഇവർക്ക് അവസാന വിധി. അതുവരെ കിടന്ന് നെഹളിക്കും. അത് കഴിയുമ്പോഴത്തേക്കായിരിക്കും കിടന്ന് അനുഭവിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഇങ്ങനൊരു നിയമം വന്നത് ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇത് പുരുഷന്മാർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ കനിഞ്ഞു കൊടുത്തൊരു നിയമമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പെറ്റ തള്ളെ പോലും കാണാൻ വിടാതെ സ്വന്തം കയ്യിൽ ഒതുക്കി നിർത്തുന്ന പെണ്ണുങ്ങളുണ്ട്. ഇതൊക്കെ സ്നേഹം എന്നാണോ പറയുന്നത്? ഞാൻ പറയുന്നത് ഇത്രയും മൊണ്ണകളാകല്ല ആണുങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കണമെന്നല്ല പറയുന്നത്. സ്ത്രീകളെ ഉപദ്രവിക്കണമെന്നല്ല പറയുന്നത്. മൊണ്ണകളാകരുത്. സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് വേണം. കാര്യം ജോലി ചെയ്ത് ജീവിക്കാൻ കഴിവുണ്ടെങ്കിൽ പുല്ലേം തന്നെ പറഞ്ഞിട്ട് പോകണം. സൗകര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിക്കാൻ വരണം എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ നാത്തുമാർ ഇടയ്ക്കോട്ടല്ലേ ഈ ആണുങ്ങൾ വിളിച്ചുകൊണ്ട് പോകേണ്ടത്. അല്ലാതെ തന്നെ അമ്മയും പാവം, അവർക്ക് ആരും ശല്യത്തിനില്ല. നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മൈൻഡ് ചെയ്യാൻ പോകരുത്. കുടുംബജീവിതം എന്ന് പറയുന്നത് പുരുഷന്മാർ തന്നെ നോക്കിയാൽ ഞാൻ പറയുന്നത് നടക്കത്തുള്ളൂ എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം അമ്മയ്ക്ക് കൊടുക്കുക, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കുക. അങ്ങനെ കണ്ണു തുറന്ന് ജീവിക്കുക. കാര്യം ആരുടെ ഭാഗത്താണ് തെറ്റ്, ഭാര്യയുടെ ഭാഗത്താണോ അതോ ഇനി അമ്മയുടെ ഭാഗത്താണോ എന്നുള്ളത് കണ്ണു തുറന്ന് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ആ കുടുംബം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. യാതൊരു സംശയമില്ല. അതല്ല അച്ചിക്കൊന്തന്മാരായിട്ട് അങ്ങ് നിൽക്കുവാണെങ്കിൽ അമ്മയും അത്രയും നാളും വളർത്തിക്കൊണ്ട് വന്ന അമ്മയോ ആരും കാണുകയല്ല കൂടെ. അവരെയൊക്കെ ഉപേക്ഷിക്കേണ്ട അനാഥാലയത്തിൽ കഴിയുന്ന എത്രയോ അമ്മമാരുണ്ട് ഇല്ലേ? അതും നല്ല പൈസയുള്ള വീട്ടിലെ ആൾക്കാരുടെ അമ്മമാർ തന്നെയാണ്. ഇല്ലെങ്കിൽ അവരെ ഒറ്റയ്ക്കാക്കി വെച്ച് പോവുക. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണുങ്ങളൊന്നും ചിന്തിക്കുന്നില്ല, നാളെ ഈ ഒരു അമ്മയാകാനുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലേക്ക് വരാനുള്ളവരാണ് ഈ പെണ്ണുങ്ങളെന്ന് ചിന്തിക്കുന്നില്ല. കാർന്നവന്മാരെ നോക്കാൻ തോരണം പോലും ഗതി പിടിക്കത്തില്ല. അത് 100% സത്യമാണ്. അന്നേരം നല്ലതായിട്ട് ജീവിച്ചാലും അത് കഴിയുമ്പോൾ കാർന്നവന്മാരെ നോക്കാത്ത ഒരു മക്കളും ഒരു കാലത്ത് ഗതി പിടിച്ചായിട്ട് കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അത് കണ്ട് ആരും നെകളിക്കേണ്ട. കിട്ടേണ്ടടുത്തൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തന്നെ കിട്ടും. കാര്യം സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമി തന്നെയാണ്. ഈ ഒരു നിയമം വന്നത് ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിതിട്ടത്. ഇങ്ങനത്തെ ഈ ഒരു ശിക്ഷ അടിപൊളി ശിക്ഷയാണ്. 5 വർഷം ഇവളൊക്കെ അതിനകത്ത് കിടന്ന് നരയിക്കണം. അതുപോലെ തന്നെ ഇത്രയും എമൗണ്ട് കൊടുക്കണം, എന്നാലേ പഠിക്കുകയുള്ളൂ. കെട്ടിയവനുമായിട്ട് നിസ്സാര ഒരു പിണക്കം വന്നു കഴിഞ്ഞാൽ ഉടനെ കോടതിയിലോട്ടാണ് പോകുന്ന ബന്ധം പിരിയാനായിട്ട്. എന്നിട്ട് അവിടെ നിരത്തുന്ന എന്നാ പീഡിപ്പിച്ചു, കള്ളു കുടിക്കുന്ന കെട്ടിയവൻ, അവിഹിതം, ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം കെട്ടിയവൻ്റെ നേരൊക്കെ. എന്നിട്ട് ജീവിതാംശം കൂടെ ഇങ്ങനെ പോരട്ടെ എന്ന് പറയും. എന്നിട്ട് ഇവിടെ സുഖിച്ചങ്ങ് ജീവിക്കാനായിട്ട്. എന്നാണല്ലോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.